ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു വാട്ടർ വാർ ജലയുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വർഷം ഏപ്രിലിൽ നടന്ന പേൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴിതാ തങ്ങളുടെ കൃഷി നശിപ്പിക്കാനായി ഇന്ത്യ ഝെലൂം നദിയിലെ വെള്ളം തടഞ്ഞു വെക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി ഇസ്ലാമാബാദ് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇന്ത്യ ശരിക്കും പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുന്നുണ്ടോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ പാകിസ്ഥാന്റെ ആരോപണം എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ഡിസംബർ മാസം പകുതിയോടെയാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കെതിരെ കത്തെഴുതിയത്. ഝലൂം, ചെനാബ് നദികളിലെ ജലപ്രവാഹത്തിൽ ഇന്ത്യ പെട്ടെന്ന് കുറവ് വരുത്തുന്നുവെന്നും പിന്നീട് മുന്നറിയിപ്പില്ലാതെ വലിയ തോതിൽ വെള്ളം തുറന്നു വിടുന്നുവെന്നുമാണ് അവരുടെ പ്രധാന പരാതി. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന പ്രധാന പോയിന്റുകൾ ഇനി പറയുന്നവയാണ്. ഡിസംബർ ആദ്യവാരം ഝലൂം നദിയിലെ ജലനിരപ്പ് പെട്ടെന്ന് കുറഞ്ഞു. ഇത് അവിടുത്തെ ഗോതമ്പ് കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നു. മുൻപ് വെള്ളം കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുമ്പോഴോ ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ വെള്ളം തടഞ്ഞു വെക്കുകയും പിന്നീട് പെട്ടെന്ന് തുറന്നു വിടുകയും ചെയ്യുന്നത് പാകിസ്ഥാനിലെ നദീതടങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഏകദേശം 15 ബില്യൺ ഏക്കർ കൃഷിഭൂമിക്ക് വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന് അവകാശപ്പെട്ട പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലൂം, ചെനാബ് എന്നിവയിലെ വെള്ളത്തിന്റെ അളവ് സംബന്ധിച്ച ഹൈഡ്രോളജിക്കൽ ഡേറ്റ ഇന്ത്യ പങ്കുവെക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. ഈ ആരോപണങ്ങൾക്ക് മുൻപ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2025 ഏപ്രിലിലാണ്. പേൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നുവെന്ന ഉറച്ച ബോധം ഇന്ത്യക്കുണ്ട്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന ശക്തമായ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ദശാബ്ദങ്ങൾ പഴക്കമുള്ള, കൃത്യമായി പറഞ്ഞാൽ 1960 ഒപ്പിട്ട ഐതിഹാസികമായ സിന്ധു നദീജല കരാർ ഇന്ത്യ സസ്പെൻഡ് ചെയ്തത്. സിന്ധു, ഝലൂം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ വെള്ളത്തിന്മേൽ ഇന്ത്യ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ വാട്ടർ ഡിപ്ലോമസി ഒരു ആയുധമായി ഇന്ത്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇനി ഇന്ത്യ ശരിക്കും വെള്ളം തടയുന്നുണ്ടോ എന്ന ചോദ്യം. സത്യത്തിൽ ഇന്ത്യ ഝലൂം നദിയിലെ വെള്ളം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നതാണ് കാര്യം. എന്നാൽ ചില നിർണായക നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കിഷൻ ഗംഗ, റാച്ചൽ തുടങ്ങിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളുടെ പണി ഇന്ത്യ വേഗത്തിലാക്കി. ഈ പ്രൊജക്ടുകളുടെ ഭാഗമായി വെള്ളം താൽക്കാലികമായി ശേഖരിക്കേണ്ടി വരുന്നത് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്കിനെ ബാധിക്കാം. പിന്നെ കരാർ മരവിപ്പിച്ചതോടെ എത്ര വെള്ളം തുറന്നുവിടും എന്ന വിവരം പാകിസ്ഥാനെ അറിയിക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ല. ഈ ഒരു അൺസർട്ടനിറ്റിയാണ് പാകിസ്ഥാനെ പരിഭ്രാന്തിയിലാക്കുന്നത്. വർഷങ്ങളായി പാകിസ്ഥാൻ എതിർത്തിരുന്ന തുൽബുൽ നാവിഗേഷൻ പ്രൊജക്ടുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇത് നദിയിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഇന്ത്യയെ സഹായിക്കും. അതേസമയം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി പറയുന്നത് തങ്ങളുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത് പോലെ ഒരു ബ്ലോക്ക് ഇന്ത്യ ചെയ്യുന്നില്ല എങ്കിലും കരാറിലെ ഇളവുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ വാട്ടർ ഡിപ്ലോമസി ഒരു ആയുധമായി ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഭീകരവാദം അവസാനിപ്പിക്കാതെ യാതൊരുവിധ സഹകരണവും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. കരാർ മരവിപ്പിച്ചതിലൂടെ പാകിസ്ഥാന്റെ കൃഷിയും സാമ്പത്തിക ഭദ്രതയും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. രാജ്യാന്തര നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയെ ചോദ്യം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാനെ ചർച്ചകളിലേക്ക് തിരികെ എത്തിക്കുമോ അതോ ബന്ധം കൂടുതൽ വഷളാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.